ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വീര സവർക്കറാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ പരതിയാൽ, ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ മറ്റൊരു ഉത്തരം കിട്ടില്ല നിങ്ങൾക്ക്. അത് മാത്രമേ ഉള്ളൂ. സെല്ലുലാർ ജയിലിൽ, ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ 11 വർഷം അതിക്രൂരമായ തടവ്. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു നേതാക്കൾക്കും ഇത്തരത്തിൽപ്പെട്ട അതിക്രൂരമായ ഏറ്റവും വലിയ പീഡനങ്ങളായിരുന്നു സവർക്കറിന് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നേരിടേണ്ടി വന്നത്. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയതാണ്. 11 വർഷക്കാലം ആ സെല്ലുലാർ ജയിലിൽ. അത് കഴിഞ്ഞിട്ട് വിവിധ ജയിലുകളിലായി 3 വർഷം, 11, 3, 14, 13 വർഷം വീട്ടിൽ ഏകാന്ത തടവ്. യഥാർത്ഥത്തിൽ 2 ജീവപര്യന്തം 25 വർഷം നീണ്ടു നിൽക്കുന്ന 2 ജീവപര്യന്ത തടവുകളാണ് സവർക്കറിന് ബ്രിട്ടീഷ് ഭരണകൂടം വിധിച്ചത് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തതിന്, പ്രക്ഷോഭം നടത്തിയതിന് വീർ സവർക്കർക്ക് ബ്രിട്ടീഷ് ഭരണകൂടം 2 ജീവപര്യന്തങ്ങൾ, 25, 50 വർഷം. അദ്ദേഹം 14, 13, 27 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളൊക്കെ രൂപീകൃതമായ 1935 കാലഘട്ടത്തിലൊക്കെയാണ് പ്രത്യേക എന്താ പറയാ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടയക്കുന്നത്. അപ്പൊ ഇതിലെന്താണ് വിവാദമെന്ന് ഈ വീഡിയോ കേൾക്കുന്ന, കാണുന്ന നിങ്ങൾക്ക് ഇതെന്താണ് ഇതിലെ അനൗചിത്യം? ഈ അധ്യാപകനെ, വിദ്യാഭ്യാസ മന്ത്രി ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ എന്തിനാണ് ഉത്തരവിട്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീർ സവർക്കറേക്കാൾ കൂടുതൽ കാലം, 27 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ഏറ്റുവാങ്ങിയ മറ്റൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടോ? അറിയില്ല, എനിക്കറിയില്ല. അപ്പോഴാണ് ഇന്ന് ഫേസ്ബുക്കില് വളരെ അതിശയകരമായി രാജേഷ് നാഥന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കണ്ടു. വളരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രാജേഷ് നാഥൻ പറയുന്നത് എന്താണെന്നറിയോ? ഭൂമി ഉരുണ്ടതാണ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. എന്താണ്? ഭൂമി ഉരുണ്ടതാണ് എന്ന് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകന് സസ്പെൻഷൻ. മലപ്പുറത്തെ ഒരു സ്കൂളിലെ അധ്യാപകനാണ് നടപടി നേരിട്ടത്. ഞെട്ടണ്ട, അതും സംഭവിക്കാം. ശരിയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാലം തടവിൽ അടയ്ക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കർ എന്നുള്ള ശരിയായ ഉത്തരം, അതൊരു ക്വിസിൽ അങ്ങനെ ഒരു ചോദ്യം കൊടുക്കുകയും അതിന്റെ ഉത്തരം സവർക്കർ ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അധ്യാപകനെ സസ്പെൻഡ് ചെയ്തപ്പോൾ, ആ നിലക്ക് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ശാസ്ത്ര സിദ്ധാന്തം പഠിപ്പിക്കുന്ന അധ്യാപകരെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ, ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണത്രേ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയില്ലേ? എന്താ വ്യത്യാസം? രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. സംഭവിച്ചേക്കാം. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയുണ്ടേ. അത് നമ്മളെ ഡോക്ടർ TP സെൻകുമാറിൻ്റെതാണ്. സെൻകുമാർ പറയുന്നത് എന്താ അറിയോ? വീര സവർക്കറെ പറ്റി ചോദ്യം ചോദിച്ചതിൽ സസ്പെൻഷൻ. ഗുരുപ്രസാദ് മാഷെ സന്തോഷിക്കണം എന്ന് പറയുന്നത്. ഗുരുപ്രസാദ് മാഷെ സസ്പെൻഷനിലായതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സന്തോഷിക്കണം. കാരണം എന്താണെന്നറിയോ? കയ്യും കാലും വെട്ടിമാറ്റാൻ ഉത്തരവിട്ടിട്ടില്ലല്ലോ. എന്താണ്? കയ്യും കാലും വെട്ടിമാറ്റാൻ ഉത്തരവിട്ടിട്ടില്ലല്ലോ എന്നാണ് TP സെൻകുമാർ പരിഹസിക്കുന്നത്. അറിയാലോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നടുക്കുന്ന സംഭവം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോയില്ലല്ലോ. ഏതായാലും ഗുരുപ്രസാദ് മാഷിന്റെ കൈ വെട്ടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സർക്കുലർ ഇറക്കിയില്ല. വലിയ സമാധാനം. സസ്പെൻഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. അനിൽ നമ്പ്യാർ എന്താ പറയുന്നത് അറിയോ? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കറുടെ പേര് ഉൾപ്പെടുത്തിയ അധ്യാപകന് സസ്പെൻഷൻ. കാസർകോട്ടെ കുമ്പളം, മഞ്ചേശ്വരം വിദ്യാഭ്യാസ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായി ആഗസ്റ്റ് 6 നടത്തിയ ഫ്രീഡം ക്യൂസ് മത്സരത്തിൽ ചോദ്യം തയ്യാറാക്കിയ പള്ളത്തടുക്ക AUPSലെ അധ്യാപകൻ ഗുരുപ്രസാദിനാണ് സസ്പെൻഷൻ.
കൂടുതൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകിയിരിക്കുന്നത്. ഇതല്ല, ഇതിന്റെ കൂടെ ഈ കിസ് നടത്തിയ എല്ലാ അധ്യാപകരെയും പിരിച്ചുവിടിയത്രേ. എന്താ ചെയ്യാ? നടപടി, പിരിച്ചുവിടലല്ല, നടപടി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവും എന്നാണ് അത്ര പറയുന്നത്. നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നൽകിയത്. പ്രിയപ്പെട്ട മന്ത്രി, ഈ ചോദ്യത്തിലും ഉത്തരത്തിലും എന്താണാവോ തെറ്റ്? ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. എന്താണ് ഈ ചോദ്യത്തിലും ഉത്തരത്തിലും എന്താണ് തെറ്റ് എന്ന് ഷംസുദ്ദീൻ ഉത്തരം പറയണം. ഷംസുദ്ദീൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വി ഡി സതീശൻ ഉത്തരം പറയണം. എന്താണ് ഇതിൽ തെറ്റ്? വസ്തുതാപരമായ എന്താണ് തെറ്റ്? സ്വാതന്ത്ര്യ സമര സേനാനി വി ഡി സവർക്കറുടെ ആദര സൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ, ആരാ സ്റ്റാമ്പ് ഇറക്കിയെന്ന് അറിയോ? വി ഡി സവർക്കറോടുള്ള ആദര സൂചകമായി ഇന്ത്യ സർക്കാർ സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ആരാ സ്റ്റാമ്പ് ഇറക്കിയത്? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സവർക്കർ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. വി ഡി സതീശൻ പിന്നെ എങ്ങനെയാ പറയാ? വി ഡി സതീശൻ പിന്നെ എങ്ങനെയാണ് പറയുക വി ഡി സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല, അദ്ദേഹം ഈ 27 വർഷമൊന്നും തടവിൽ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം അല്ല ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ചത് എന്നൊക്കെ വി ഡി സതീശന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയണം. ഇന്ദിരാഗാന്ധി എന്തിനു വേണ്ടിയിട്ട് ഈ സ്റ്റാമ്പ് പുറത്തിറക്കി? മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഈ സവർക്കറുടെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് സന്ദേശം ഇന്ദിരാഗാന്ധി ഒരു ആശംസാ സന്ദേശം അയച്ചിട്ടുണ്ട്. അതില് ഇന്ത്യയുടെ വീരപുത്രൻ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ വീരപുത്രനാണ്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഈ സവർക്കറിന്റെ ജീവചരിത്രം എന്നൊക്കെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശേഷിപ്പിക്കുന്ന, ഒരുപക്ഷെ സവർക്കറിന്റെ ജീവചരിത്രമൊക്കെ വായിച്ചു കഴിയുമ്പോഴേ സവർക്കറുടെ ആ ഒരു വിപ്ലവ തീക്ഷ്ണമായ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് മുന്നിൽ നിങ്ങൾ ആലോചിക്കണം, 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സവർക്കർ എഴുതി തുടങ്ങിയത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതൊന്നും വെളിച്ചം കണ്ടില്ല, അതൊന്നും വെളിച്ചം കാണാൻ ബ്രിട്ടീഷ് സർക്കാർ സമ്മതിച്ചില്ല. അത്രമാത്രം ഇന്ത്യൻ ജനതയെ വിപ്ലവ ആവേശം ജ്വലിപ്പിക്കുന്ന എഴുത്തുകളായിരുന്നു സവർക്കറിൻ്റെത്. ആ സവർക്കർ 18 വയസ്സ് മുതൽ തുടങ്ങിയ പോരാട്ടമാണ്. അങ്ങനെയുള്ള സവർക്കറിനെ എന്താ പറയാ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സവർക്കർ എന്ന് പറഞ്ഞാൽ എന്തോ ഏറ്റവും വലിയ ഒരു അപകടം പിടിച്ച ഒരു സംഭവമാണ് വീർ സവർക്കർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ നമ്മൾ സാധാരണ കാണപ്പെടാറുള്ളത്. ഷൂ നക്കി എന്നൊക്കെ പറയും. ഷൂ നക്കി നിങ്ങൾ പലരും കേട്ടിരിക്കും. സവർക്കർ ഷൂ നക്കിയാണ്, ഷൂ നക്കി. ഈ ഷൂ നക്കി എവിടുന്ന് കിട്ടിയെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞത് വലിയ ഉപകാരം കേട്ടോ. സവർക്കറിന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സവർക്കർ, ആരുടെ ഷൂ നക്കിയത്, ഏത് ചരിത്രത്തിലാണ് പറയുന്നത് ഷൂ നക്കിയെന്ന്? വീർ സവർക്കറുമായി ബന്ധപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ അന്തംഗമ്മികളും ഇപ്പം കോൺഗ്രസ്സുകാരും ഇന്ദിരാഗാന്ധിയൊക്കെ നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന അന്തംഗമ്മികളെ പോലെ സവർക്കർ എന്ന് പറഞ്ഞാൽ ഷൂ നക്കിയാണ്. നിങ്ങൾ പറയുന്നതിന് എന്തോ ഒരു അടിസ്ഥാനം വേണ്ടേ? അതാണ് അനിൽ നമ്പ്യാർ പറയുന്നത്. ഇന്ദിരാഗാന്ധി ആദര സൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ കോൺഗ്രസിനോടൊപ്പം കേരളത്തിൽ ഭരണം കൈയാളുന്ന മുന്നണിയിലെ ഒരു മന്ത്രിയാണ് താങ്കൾ എന്നോർത്താൽ നന്ന്. ഷംസുദ്ദീനെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി വി ഡി സവർക്കറുടെ ആദര സൂചകമായി സ്റ്റാമ്പ് പോലും ഇറക്കിയ കോൺഗ്രസിനോടൊപ്പം കേരളത്തിൽ ഭരണം കൈയാളുന്ന മുന്നണിയിലെ ഒരു മന്ത്രിയാണ് താങ്കൾ എന്നോർത്താൽ നന്ന്. പ്രിയപ്പെട്ട മലയാളികളെ, കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാൻ പാടില്ല, വി ഡി സവർക്കറുടെ പേര് ഉച്ചരിക്കാൻ പാടില്ല തുടങ്ങിയ തിട്ടൂരങ്ങൾ ഇറക്കുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിവേകപൂർവം ഉൾക്കൊണ്ടാൽ നല്ലത് എന്നാണ് അനിൽ നമ്പ്യാർ മുന്നറിയിപ്പ് നൽകുന്നത്.